റാമോജി ഫിലിം സിറ്റിയിൽ നമ്മൾ അടുത്തതായി കാണാൻ എത്തിയിരിക്കുന്നത് ഒരു സ്റ്റണ്ട് ഷോ ആട്ടോ. വൈൽഡ് വെസ്റ്റ് ഷോ എന്നാട്ടോ ഇതിൻ്റെ പേര്. നമ്മൾ ഇംഗ്ലീഷ് കൗബോയ് സിനിമകളൊക്കെ കാണാറില്ലേ, അതിലെ പോലെ തന്നെ ആക്ഷൻ രംഗങ്ങളും കോമഡിയും ഒക്കെ തന്നെയുള്ളൊരു അടിപൊളി ഷോ ആട്ടോ ഇത്. നമ്മളിപ്പോൾ കണ്ടത് വൈൽഡ് വെസ്റ്റ് ഷോ ആണ് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു കല്ലു? അടിപൊളിയാണ്, സ്റ്റൺസ് ഒക്കെ സൂപ്പർ ആയിരുന്നു, നല്ല രസമായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ചില അതൊക്കെ അല്ലേ, അവരുടെ ഗൺ ഷൂട്ടും കാര്യങ്ങളും കൊള്ളായിരുന്നു. 12 മണിയൊക്കെ ആയപ്പോൾ എല്ലാവർക്കും ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ റാമോജിക്കുള്ളിൽ തന്നെയുള്ള ജിമ്മീസ് ഡ്രൈവ് ഇൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ഉണ്ട് കേട്ടോ ഇതുപോലെ റാമോജി ഫിലിം സിറ്റിക്ക് ഉള്ളിൽ. ഷേക്സ് ഒക്കെ ഉള്ളിലല്ലേ. നല്ല ആംബിയൻസ് ഉള്ള ഒരു ഫുഡ് കോർട്ടിലേക്കാട്ടോ നമ്മൾ കയറി ചെല്ലുന്നത് തന്നെ. അതിനകത്ത് ചെല്ലുമ്പോൾ പല പല ഷോപ്പുകളുണ്ട്. നമുക്ക് ഏത് ഫുഡ് വേണമെങ്കിലും അവിടെ നിന്ന് മേടിക്കാം. മെയിൻ കോഴ്സ് ആയിക്കോട്ടെ, സ്നാക്സ് ആയിക്കോട്ടെ, ജ്യൂസസ് ആയിക്കോട്ടെ, ഐസ്ക്രീം ആയിക്കോട്ടെ, എല്ലാ സാധനവും നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. കല്ലു ഒരു ചൈനീസ് ഫുഡിൻ്റെ ആരാധിക ആയതുകൊണ്ട് തന്നെ ഒരു ചൈനീസ് വെജ് കോംബോ ആയിട്ടോ ഓർഡർ ചെയ്തത്. അതിൽ കുറേ സാധനങ്ങളുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. ഞങ്ങൾ ഏതായാലും ഫുഡ് വേറൊന്നും മേടിക്കുന്നില്ല, ഞങ്ങൾ ഷേക്സ് മേടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ചൈനീസ് കോംബോ അല്ലേ ഇത്? ചൈനീസ് വെജ് കോംബോ എങ്ങനെയുണ്ട്? അതൊന്ന് മുറുക്കി സോയയോ അങ്ങനെ എന്തോണോ അതെടുത്തോ? കോളിഫ്ലവർ ആണോ? ഇത് കിംചി അല്ലേ? ഇത് കിംചി എന്നാ പറയുന്നത് കേട്ടോ, കൊറിയൻ അവരുടെ പിക്കിൾ അല്ലേ. നോക്കട്ടെ. കിംചി അത് സോൾട്ട് അല്ലേ, ഉപ്പിലിട്ട് വെച്ച ക്യാരറ്റും ക്യാബേജും ഒക്കെ നല്ല മുളകിൻ്റെ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. കൊള്ളാം, ഓവർ എരിവൊന്നുമല്ല. പക്ഷെ ഒറിജിനൽ കിംചി ഭയങ്കര എരിവാന്നാണ് കേട്ടിട്ടുള്ളത് അല്ലേ കല്ലു? ക്യാബേജ് സ്പൈസി അല്ലേ? ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഇവിടെ ഫോട്ടോ എടുത്തിട്ടും മതിയാവുന്നില്ല. ഇത് കണ്ടോ, കല്ലും പൊന്നും തകർത്ത് ഫോട്ടോ എടുക്കുകയാണ്. ഒരുപാട് പോയിന്റ്സ് ഉണ്ട് കേട്ടോ, നമുക്ക് ഒത്തിരി ഫോട്ടോസ് എടുക്കാനുള്ള ഒത്തിരി കുറേ വിൻറ്റേജ് കാസും. ഇത് എൻ്റെ പുറകിൽ കാണുന്നില്ലേ, സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഇതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നത് എന്ത് കണ്ടോ. ഇതവിടെ കുറേ 2-3 കാറുണ്ടേ.
പൊന്നുന്റെ സ്റ്റൈല് നോക്ക്. ഓ ഇനി നമുക്ക് ബാഹുബലി സെറ്റ് കാണാൻ പോണം കേട്ടോ. അത് കഴിഞ്ഞാൽ കുറെ റൈഡ്സ് കാണണം. അത് കഴിഞ്ഞ് കുറെ റൈഡ്. ഇവർക്ക് എന്താ ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ വന്ന ഫീലാണേ. എനിക്ക് ബംബി കാറിൽ കയറണം. ഏതാണ് ബംബി കാർ? ആണോ? അത് ഇങ്ങനെ ഓടിക്കുമ്പോ വന്ന് ഇടിക്കാം. അയ്യോ, റാമോജി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക ഈ ഒരു ബസ്സായിരിക്കും അല്ലേ. ഉദയനാണ് താരത്തിലെ പാട്ടുകളിലൊക്കെ ഈ ബസ് ഒരുപാട് കാണിക്കുന്നുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാൻ. ഈ ബസ്സിലേക്ക് കയറാൻ പോവാം. ഇതിൽ കയറിയിട്ടാണ് ബാഹുബലി സെറ്റിലേക്കൊക്കെ പോകുന്നത്. നമ്മളീ പോകുന്ന ബസ്സുകളെല്ലാം തന്നെ ഓരോ ഗൈഡും കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. നമ്മളീ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളും മറ്റ് എന്താ പറയുക സെറ്റുകളൊക്കെ ഉണ്ടാവില്ലേ, അതിനെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് അവരായിരിക്കും. Yes. Yes. Okay. So after right side में this area is for Eureka. This is your tour starting point and your ending point. അതാണ് സ്റ്റാർട്ട്. Okay. So आपने रामोजी मूवी मैजिक देखा? Movie magic. Space Shutdown Film Action Theatre. Okay. Okay. So on your left side is Guinness World Record Certificate certified in 2008 for the world's largest film studio complex. So now again look at your right side. On your right side ये दो एलिवेशन का गार्डन है. बाहर से देखेगा तो दिल्ली का मुगल गार्डन जैसे देखेगा, अंदर से मैसूर वृंदावन गार्डन. From outside it will look like Delhi's Mughal garden and inside Mysore Vrindavan garden. It is used for cultural events, wedding ceremony, haldi ceremony, destination wedding, pre-wedding shoots के लिए use करते हैं. आपके left side में देखिए, look at your left side. Sierra Garden, famous for group songs, romantic songs. That picture movie में उल्लाला गाना यहाँ से शूट किया था. जुलाई मूवी में ओ मधु यहाँ से शूट किया था. So again on your right side is Angel Fountain. Ramoji Film City का सबसे ऊंचा fountain with Greek architecture. You can see this Angel Fountain in Sunday movie or the best movie में देख सकते हैं. And now we're moving towards different garden areas. Here in Ramoji Film City you will find different types of gardens. अभी आपके left side में देखिए, look at your left side, like garden, a big like statue and small body statue. Okay, so now again look at your left side. After left side में देखिए thinking garden. Second now look at your right side. After right side में देखिए black color stage area is called limelight garden. Corporate meetings, event meetings, marriage ceremony के लिए इस्तेमाल करते हैं. Rockstar मूवी में ओ नदन परिंदे गाना वहाँ से शूट किया था. दिलवाले मूवी में climax scene was also shot from here. So again on your left side is Sanctuary Garden. All the plants and trees are trimmed in animal shape. You can see these in TV series सिया के नाम में देख सकते हैं. So now look at your left side. आपके left side के ऊपर देखिए, look at your left side of Mall of Ramoji Film City with Rajasthani. तेलुगु मूवी सुस्वागतम ऊपर से शूट किया है. आया मूवी में ड्रीम ऑफ वर्कबम भी यहाँ से शूट किया था. So on your right side is Devyani Garden. Okay, now look at your front. आपके सामने देखिए बस के आगे. We are moving towards the Palm Street of Kerala. College entrance, school entrance के लिए इस्तेमाल करते हैं. You can see these in Telugu movie All My Friends. Sri Junior Chaitanya School का नाम में देख सकते हैं. You can also see on your left side Palm Street of Kerala. So okay, now look at your left side. आपके left side में देखिए Karishma Garden. The specialty of the garden is that the costume of the artist will match with the flowers surrounding them.
For example, yellow color का साड़ी पहनेंगे तो बीच पे yellow color flower ने decorate करेंगे, which is natural. So the directors have to order to the Samudra department before 3 months. Okay, now look at the left side. आपके left side में देख सकते हैं North City location. If the directors wants to take any scenes like Delhi, Mumbai, Agra, they used to come and take scenes from here. Street scenes again. तेलुगु में भी विमला नायक जनता गैरेज यही अंदर से शूट किया है. സ്വീറ്റ്സ് ആണ് ഓരോ മുംബൈയിലെ आपकी लेफ्ट साइड में देखिए गोल्डन टेम्पल का अमृतसर गोल्डन टेम्पल राइट में गुरुद्वारा रब ने बना दी जोड़ी में होले होले गाना यही अंदर शूट किया. सभी ब्रिज देखिए आपके सामने. बस के आगे देखिए गेटवे ऑफ इंडिया मुंबई. Again on your left side is Taj Mahal. Green पेंट करेगा तो मस्जिद देख सकते हैं. हाँ, ताजमहल रामोजी फिल्म सिटी में कलर मुंबई मैच से किया. आगरा जाने के लिए सिर्फ 10 सेकंड लगता है. मुंबई से आगरा जा रहे 10 सेकंड में. सिंघम रिटर्न्स अभी भी अजय देवगन का नया मूवी बोला भी यहाँ से शूट किया था. Again on your left side is typical Bengali houses. सिंघम मूवी दबंग मूवी में देख सकते हैं. अतरंगी के बारे में मूवी देखा है आप लोग? देखा है ना? क्या मूवी? तेलुगु मूवी है ना अतरंगी की दाढ़ी की. Look at your left side. First house अतरंगी की दाढ़ी की मूवी यहाँ से शूट किया है. Second दिलवाले लास्ट हाउस जेरो मूवी वहाँ से शूट किया है. बाहुबली विलेज सिंह चेन्नई एक्सप्रेस विलेज सिंह यहाँ से शूट किया था. And these houses are made up of POP. അപ്പോൾ പാസ്പോർട്ടും വിസയും ഒന്നും ഇല്ലാതെ തന്നെ നമ്മളിപ്പോൾ എവിടെ എത്തിയിരിക്കുകയാണ്? ലണ്ടൻ സ്ട്രീറ്റ്. അതെ, ലണ്ടൻ സ്ട്രീറ്റ്. കണ്ടോ, ഈ ഒരു സ്ട്രീറ്റ് നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ നല്ലോണം പരിചയം ഉണ്ടാവും. ഏതെന്നറിയോ? ഉദയനാണ് താരത്തിലെ ഒരു മെയിൻ സീൻ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ ഇത്. നോക്കി, ഒരുപാട് നല്ല നല്ല ബിൽഡിങ്സും കാര്യങ്ങളും. എല്ലാം ഫേക്ക് ബിൽഡിംഗ് ആണ്. അല്ല, ഈ ഒരു ഷൂട്ടിംഗ് കണ്ടതായിട്ട് ഒരുപാട് തോന്നുന്നില്ലേ? ആ ഒരു മൂവിയുടെ എന്താ പറയണ്ടേ, ഉദയനാണ് താരത്തിൻ്റെ ഒരു പ്രധാന ഇതിൻ്റെ ട്വിസ്റ്റ് ഉണ്ടാവുന്ന ഒരു, അല്ല ഇത് പറയാനല്ല ഞാൻ പറഞ്ഞു. നമുക്കിനി ഇവിടെ എയർപോർട്ടിൽ പോകണ്ടേ? നമ്മളെ ഒരു തവണ ഇതെല്ലാം മറ്റേ സെറ്റാണ്. അമ്മ ഇനി പൊളിച്ചിടും ഇനി സെറ്റിനെ. ബിൽഡിംഗ് അല്ല ഇതേ, അവരതല്ലേ പറഞ്ഞേ. മെയിൻ നമ്മൾ കാണുന്ന ബിൽഡിങ്സ് എല്ലാം നല്ല ഭംഗിയായിരിക്കും, പക്ഷെ ഡോർ തുറന്നു കഴിഞ്ഞാൽ കാട്ടിലേക്കാവും അല്ലേ? അങ്ങനെ, കാരണം ഈ ഒരു വോള് മാത്രമേ ഉള്ളൂ സെറ്റായിട്ട്. ബാഹുബലി സെറ്റാണ് ഇത്. ഇതാണോ ബാഹുബലി സെറ്റ്? മണ്ടത്തരം പറയുന്നു. ബാഹുബലി കണ്ടില്ല. ബാഹുബലി സെറ്റ് നമ്മൾ ഇനി പോയി. ഇനി ഇത് കൈ സ്ട്രീറ്റ് കഴിഞ്ഞിട്ട് എയർപോർട്ടും കണ്ടിട്ട് ബോർഡാണ് കണ്ടോ? ടച്ച് ചെയ്ത് നോക്ക്. ടച്ച് ചെയ്ത് അല്ല, ഇവിടെ 2 വർഷം കൂടുമ്പോൾ ഇതെല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് വേറെ. പക്ഷെ നല്ല രസമുണ്ടേ. നമ്മൾ ഏതോ വിദേശത്ത് എവിടെയോ നടക്കുന്ന പോലെ ഒരു വീട്. രാമോജിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ജനനി. ഏതെങ്കിലും മൂവിക്ക് വേണ്ടി എൻ്റെ പേര് മാറ്റിയതായിരിക്കും അല്ലേ? ഇതിന് നേരെ ഓപ്പോസിറ്റ് എയർപോർട്ടാണ്. ഓപ്പോസിറ്റ് അല്ല, പുറകിൽ. ഈ കെട്ടിടത്തിന്റെ പുറകുവശത്ത് 2 വശം എയർപോർട്ടും മറുവശം ഹോസ്പിറ്റൽ. അങ്ങനത്തെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടേ. ഇപ്പം നമ്മൾ ഹോസ്പിറ്റൽ കണ്ടതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആട്ടോ. ഒരേ ബിൽഡിങ്ങിൻ്റെ 2 വശമാണ്.
Flight 291 has now arrived. Flight 291. പുരാണ പരമ്പരകളായ മഹാഭാരതം, ശ്രീകൃഷ്ണ പോലെയുള്ള സീരിയലുകൾ ഷൂട്ട് ചെയ്ത സെറ്റിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതൊരു ചെറിയ സെറ്റൊന്നും അല്ല കേട്ടോ, ഇതിന് ഒരുപാട് ഫ്ലോറുകളുണ്ട്. അങ്ങനെ നിരനിരയായിട്ട് ഒരുപാട് ഫ്ലോറുകൾ ചേർന്നൊരു വലിയ സെറ്റാണ്. അങ്ങനെ രാമോജി ഫിലിം സിറ്റിയിലെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ബാഹുബലി സെറ്റ്, അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഒരു ഷിപ്പിൻ്റെ മോഡലിലൊരു സാധനം കാണുന്നില്ലേ, ഷിപ്പൊന്നുമല്ല, അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ കുറേ അസ്ഥി മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ബാഹുബലിയിലെ സോങ്ങിൽ ഉപയോഗിച്ച ഷിപ്പാണ്. ഫൈനലി ഞങ്ങളതേ ബാഹുബലി സെറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് എക്സൈറ്റഡ് ആണ് അകത്തേക്ക് കയറാൻ. ചെറിയ ചാറ്റൽ മഴ ഉണ്ട്, എന്നാലും അതൊന്നും ഒരു പ്രശ്നമാക്കുന്നില്ല കേട്ടോ. ഇതിൽ അകത്തെ കാഴ്ചകളൊന്നും പോയി കാണാം. എനിക്കെന്തോ 5 വയസ്സോ 6 വയസ്സോ 7 വയസ്സോ എന്തോ ആയിരുന്നപ്പോൾ എനിക്ക് എപ്പോൾ ടി വി കിട്ടിയാലും ഞാൻ ബാഹുബലിയുടെ 1ാം ഭാഗവും 2ാം ഭാഗവും ഫുള്ളിരുന്ന് കാണും. അങ്ങനത്തെ ആളാണ് ഞാൻ. മകൾമതി സാമ്രാജ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോട്ടോ
എടുക്കുകയാണ്. പൊന്നുദേ അതിൻ്റെ മേളിൽ വലിഞ്ഞു കയറിയിട്ടുണ്ട്. ഇത് ബാഹുബലി ദർബാറാണ് കേട്ടോ. ഇവിടുത്തെ മെനു എന്ന് പറയുന്നത് അമരേന്ദ്ര ബാഹുബലി ബിരിയാണി അല്ലേ, 1100 രൂപ. ഹോൾ ചിക്കൻ ബിരിയാണി സെർവ് 3 to 4 persons. അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും അല്ലേ അതിന്. മഹേന്ദ്ര ബാഹുബലി ബിരിയാണി 600. ദേവസേന ബിരിയാണി ഉണ്ട്, ശിവഗാമി ബിരിയാണി ഉണ്ട്, ബസുമതി പറാത്ത. ഇപ്പോൾ നമ്മളുള്ളത് ബാഹുബലി ദർബാർ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇവിടെ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. അതായത് ബാഹുബലി ബിരിയാണി ചാലഞ്ച്, ഞാനത് കാണിച്ചു തരാം. ഇത് കണ്ടോ, അങ്ങനെ ഒരു ബിരിയാണി ചാലഞ്ച് ഉണ്ട്. ഒരു വലിയൊരു താലി കേട്ടോ, ബാഹുബലി താലി എന്ന് പറയുന്നത്. ഒരു വലിയ ക്വാണ്ടിറ്റി ബിരിയാണി അവർ പറയുന്ന ടൈമിനുള്ളിൽ കഴിച്ചു തീർക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ വിന്നറാവാം. അതിനോട് സമ്മാനിക്കുന്ന ഒരു ടീഷർട്ട് കിട്ടും, വാള ഫിലിമിൽ നിന്ന് ഫോട്ടോ എടുക്കാം. ഇവിടെ ഒരു ബിരിയാണി ചാലഞ്ച് ഉണ്ട് കേട്ടോ, ഒരു ബാഹുബലി ബിരിയാണി ചാലഞ്ച്. ഈ ചലഞ്ച് നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ഫുഡിന് നമ്മൾ ക്യാഷ് ഒന്നും കൊടുക്കണ്ട, പകരം അവരുടെ ഗിഫ്റ്റായിട്ടൊരു ടീഷർട്ട് കിട്ടും. പിന്നെ ഒരു വാൾ ഓഫ് ഫെയിം ഉണ്ട് കേട്ടോ, ബാഹുബലിയുടെ കോസ്റ്റ്യൂംസ് ഒക്കെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കാം. അപ്പോൾ എന്താ പറയുക, ഇത് വിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാഷും കൊടുക്കണ്ട, നല്ല ഫോട്ടോസ് കൊടുക്കാം അല്ലേ. ഇതിന് ടീഷർട്ടും കിട്ടും, ബാഹുബലിയുടെ ടീഷർട്ട്. അപ്പോൾ ഇത് ഈ കോസ്റ്റ്യൂമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ബിരിയാണി ചാലഞ്ച് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കും. 20 മിനിറ്റ് കൊണ്ട് വേണം ഇത് കഴിക്കാൻ. 20 മിനിറ്റ് കൊണ്ട് അവർ പറയുന്ന അമരേന്ദ്ര ബാഹുബലി ബിരിയാണി അല്ലെങ്കിൽ ദേവസേന ബിരിയാണി 20 മിനിറ്റ് കൊണ്ട് കഴിച്ച് തീർത്ത് കഴിക്കണം. എല്ല് മാത്രമേ മിച്ചം വരാൻ പാടുള്ളൂ, മനസ്സിലായോ? അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഈ സാധനം ഈ വാളം ഫോട്ടോ എടുക്കാം. 18 വയസ്സിൻ്റെ മേൽ പ്രായമുള്ളവർക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റുള്ളൂ, മനസ്സിലായോ? അങ്ങനെ ജയിച്ച് മത്സരിക്കുന്ന ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. ജയിച്ച കുറച്ച് പേരുടെ ഫോട്ടോസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഈ താലി, ഈ ബിരിയാണി കഴിച്ച് ജയിച്ചവരുടെ ഫോട്ടോസ് ഇവിടെ ഉണ്ട് കേട്ടോ. കഴിക്കുന്ന ആരെങ്കിലും ബാഹുബലി ബിരിയാണി ഫോട്ടോ എടുക്കാം. ബാഹുബലിയുടെ ഒറിജിനൽ ഡ്രസ് ഉണ്ട്, അത് വെച്ചിട്ട് ഫോട്ടോയും എടുക്കാം. ഇതുവരെ 7 പേരെ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. ട്രൈ ചെയ്യണോ? 20 മിനിറ്റ് തരും. 20 മിനിറ്റ് അൺലിമിറ്റഡ് വാട്ടർ. എനിക്ക് ഇവിടുത്തെ ഒരു ബിരിയാണി തിന്നാൻ വയ്യ, പിന്നെയാണ് തൽക്കാലം ഞങ്ങൾ ഓരോ ചായയിൽ ഒതുക്കി. ആർക്ക് പല്ലില്ല? അവള് കണ്ടുപിടിച്ചു സിംഹത്തിന് പല്ലില്ല. അപ്പത്തേനുണ്ട് ആണോ? ദേവസേനയെ ബന്ധിച്ചിട്ടിരിക്കുന്ന ആ ഒരു ഭാഗമില്ലേ, അവിടെയാണ് നമ്മളിപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ദേവസേന ശില്പമൊക്കെ പോയി കേട്ടോ, അത് എൻ്റെ ഇതൊക്കെ ഡാമേജ് ആയി. ശരിക്കും ഇതൊക്കെ കാണുമ്പോഴല്ല, സിനിമ കണ്ട് നമുക്കിതിൻ്റെ ഓരോ ഭാഗവും നമുക്ക് മനസ്സിലിങ്ങനെ ഓടി ഓടി വരികയാണ്. ഇതൊക്കെ ഉണ്ടല്ലോ. ഇവിടെ കേട്ടോ ദേവസേനയെ ബന്ധിച്ചിട്ടുള്ള ആ ഒരു ഭാഗം. നമുക്ക് കാണാൻ പറ്റുമല്ലോ ഈ ഒരു ഭാഗത്ത് ദേവസേന ഇങ്ങനെ നടക്കുന്നതായിട്ടും പഴയ കഥകൾ ഇങ്ങനെ പറയുന്നതായിട്ടും ആ കാരാഗ്രഹത്തിൽ കിടക്കുന്നതായിട്ടും. പൊന്നു ചങ്ങലിട്ടോടെ നടക്കാൻ ശ്രമിക്കുക, പറ്റുന്നില്ല. ദേവസ്ഥാനം കൊണ്ടുപോകാൻ അത് അങ്ങനെയല്ല ചെയ്യണ്ടത്. എങ്ങനെയാണെന്നറിയാമോ?
അത് രണ്ടും കയ്യിലിട്ടു. കയ്യിൽ അവളുടെ കയ്യിലിട്ടു. കയ്യിലിട്ടതാ. കിട്ടോ അങ്ങോട്ട് തിരിഞ്ഞു. അങ്ങനെയല്ല, ഇങ്ങനെ നിൽക്കും രണ്ട് കൈയും ഇങ്ങനെ തെരഞ്ഞുകൊടുന്നു. ഓ നല്ല വെയിറ്റ് ആട്ടോ അതെന്റെ അമ്മേ. ചില്ലറ വെയിറ്റ് ഒന്നുമല്ല, ഭയങ്കര വെയിറ്റാ. നോക്ക്. ദേവസേനയുടെ കയ്യിലിട്ടതാ. വേണ്ട, അത് ഇരിക്കത്തില്ല, താഴെ പോകും. ആ ഒടിഞ്ഞു പോകുന്നത്. ഇത് റബ്ബറാ. അടുത്ത് ഇവിടെ ഒരു അമ്പലമാണേ. ശിവലിംഗമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അമ്പലത്തിലേക്കാണ്. മഹേന്ദ്ര ബാഹുബലി. ഫോട്ടോ കിട്ടുന്നില്ല. ഒന്നുകൂടെ. ഓ ഇങ്ങോട്ട് പോ. വിറക്കണ വിറക്കണ. സത്യം പറഞ്ഞാൽ ഈ സെറ്റിലുണ്ടല്ലോ എവിടെ വേണോ എങ്ങനെ വേണോ ഫോട്ടോ എടുക്കാം. അല്ലെ ആൾക്കാരൊക്കെ കണ്ടില്ല, അതിൻ്റെ മേളിലും എല്ലായിടത്തും വലിഞ്ഞു കയറാൻ പറ്റുന്നിടത്തൊക്കെ വലിഞ്ഞു കയറി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് കുറേയൊക്കെ നശിച്ചും പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ചൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, പെയിൻ്റ് അടിച്ചും. പിന്നെ കുറേ സാധനം നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അതും പറയണമല്ലോ. നമുക്കിവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ഫോട്ടോ എടുക്കുന്നതിനും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം കുറേയൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ അതുപോലെ ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ പെയിൻറ്റിങ് നടക്കുകയാണ്. താഴെ ഇറങ്ങിക്കോട്ടെ മതി. അതെ, ബാഹുബലി സെറ്റൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവാം അല്ലേ മെയിൻ എൻട്രൻസിലേക്ക്. എല്ലാവരും ഉണ്ട്, അമ്മയൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് അവിടെ ഒരു സീറ്റ് ഉണ്ടായിരുന്നു, അതിനകത്തൊക്കെ അടിപൊളി. മറ്റേ റൈഡ് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇനി അടുത്ത് കയറാൻ പോകുന്നതിൽ ഇച്ചിരി ആൾക്കാരൊക്കെ കിടന്ന് കൂടി വിളിക്കുന്നുണ്ടായിരുന്നേ. ഇതൊക്കെ കോംപ്ലിമെന്ററി ആട്ടോ ടിക്കറ്റ് എടുക്കുമ്പോൾ. ഇല്ല ഇല്ല. അയ്യോ
ആദ്യം ഫിലിം സിറ്റിയൊക്കെ കണ്ട് രാവിലെ ഓപ്പണിംഗ് സെറമണി നടന്ന അതേ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമയം 5:30 ആവുന്നു. എന്താ പ്രോഗ്രാം എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ അതിന് സെറ്റിങ്സ് ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും നമുക്ക് കണ്ടു നോക്കിയാലോ. Yes, ladies and gentlemen, that was a fantastic DJ for you all. Kaise laga DJ? Are you enjoying it? Thank you, ladies and gentlemen, for visiting Ramoji Film City. Thank you. Have a great evening.